ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു മഹീന്ദ്ര XUV 700യുടെ ഹെഡ്ലൈറ്റിലുള്ള അപ്ഗ്രേഡ് ആണ്. ഇതിൻ്റെ അകത്ത് വരുന്നൊരു സ്റ്റോക്ക് സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ് അറേസ് ഓഫ് LED ആണ്. അതൊരു 3 അറേസ് ഓഫ് LED, അതുപോലെ തന്നെ ഹൈ ബീമിൽ നമ്മൾ കുറച്ചുകൂടെ സ്പീഡ് എടുക്കുന്ന സമയത്ത് ഒരു പർട്ടിക്കുലർ കിലോമീറ്റർ കഴിയുമ്പോൾ കത്തുന്ന രീതിയിലുള്ള ഒരു ലൈറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ലോ ബീം, ഹൈ ബീം എല്ലാം കംപ്ലീറ്റ് LED സിസ്റ്റമാണ്. അതുകൊണ്ട് നമുക്കൊരു ബൾബ് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻ ഇതിൻ്റെ അകത്തില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഒരു ഒക്ടോക്യൂ സെറ്റപ്പാണ്. നമ്മൾ ആദ്യം ഇതിൻ്റെ അകത്ത് ലോ ബീമിലും ഹൈ ബീമിലുള്ള കറണ്ട് പെർഫോമൻസ് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലോ ബീം നമ്മൾ കാണാനായിട്ട് സാധിക്കുക. ഹൈ ബീം ഏകദേശം ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്കിതിനൊരു ലൈറ്റ് മീറ്റർ വെച്ചിട്ട്, ലെക്സ് മീറ്റർ വെച്ചിട്ട് ഇതിനൊന്ന് മെഷർ ചെയ്ത് നോക്കാം. നമ്മുടെ ലോ ബീമിൽ കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു 1200 ലെക്സ് ആണ് നമ്മുടെ ലോ ബീമിൽ ഇപ്പോൾ സ്റ്റോക്ക് സിസ്റ്റത്തിൽ കിട്ടുന്ന ഔട്ട്പുട്ട്. ഇനി നമുക്കിതിൻ്റെ ഹൈ ബീം ഒന്ന് മെഷർ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഒരു 2600 ലെക്സ് ആണ് ഹൈ ബീമിൽ കിട്ടുന്നത്. ഇതാണ് നമ്മളുടെ സ്റ്റോക്ക് സിസ്റ്റത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നൈറ്റ് ഡ്രൈവ് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇതിനെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ അപ്ഗ്രേഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നത് FE റിട്രോഫിറ്റിൻ്റെ ഒക്ടോക്യൂ സെറ്റപ്പാണ്. ഇതിൽ തന്നെ ഒരു 3 പ്രൊജക്ടേഴ്സാണ് വരുന്നത്. ഒരു 3 ഇഞ്ച് പ്രൊജക്ടറും അതുപോലെ തന്നെ ഒരു 1.8-ൻ്റെ 2 പ്രൊജക്ടേഴ്സും. അത് തന്നെയാണ് നമ്മളിവിടെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും 3 സെറ്റ് പ്രൊജക്ടറാണ് ഒരു ഹെഡ്ലൈറ്റിൽ വരുന്നത്. അതിൽ തന്നെ ലോ ബീമിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന 3 ഇഞ്ച് പ്രൊജക്ടർ ഒരു ലേസർ സിസ്റ്റത്തോട് കൂടിയതാണ്. ഒരു ഡ്യുവൽ ലേസർ സിസ്റ്റവും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 3 സെറ്റ് പ്രൊജക്ടേഴ്സാണ് നമ്മുടെ ഒരു ഹെഡ്ലൈറ്റിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കംപ്ലീറ്റ് വർക്കുകൾ ചെയ്തതിന് ശേഷമുള്ള വ്യൂ ആണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ചെറിയ കുറച്ച് ക്രോം പാർട്സിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് ഒരു ബ്ലാക്ക് ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സ്മോക്ക് ലുക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വാഹനം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ബ്ലാക്ക് ഫിനിഷ്, ഹെഡ്ലൈറ്റിൻ്റെ അകത്തുള്ള ബ്ലാക്ക് ഫിനിഷ് വാഹനത്തിന് നന്നായിട്ട് ഇണങ്ങുന്നുണ്ട്. ഒരു കുറച്ചുകൂടെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ലുക്ക് വാഹനത്തിന് കൊടുക്കാനായിട്ട് നമുക്കിപ്പോൾ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ആ DRLൻ്റെ ബാക്കിൽ വരുന്ന ഭാഗത്തും എല്ലായിടത്തും കുറേ ക്രോം എലമെൻറ്റ്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ ഡീക്രോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ വാഹനത്തിൻ്റെ ലുക്ക് തന്നെ അങ്ങ് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പെർഫോമൻസിലും നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. ആ ഒരു ചേഞ്ച് ചെയ്തിരിക്കുന്നത് നമുക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമാണ് മനസ്സിലാവുള്ളൂ. ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെയൊന്നും തോന്നാത്ത രീതിയിൽ തന്നെ നമുക്കതിനെ സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ പെർഫോമൻസ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ ലൈറ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ലോ ബീമിൻ്റെ കട്ട് ഓഫ് വരുന്നത്. അതായത് റൈറ്റ് ഭാഗം താഴെയും ലെഫ്റ്റ് പൊങ്ങിയും ഉള്ള രീതിയിലാണ് വരുന്നത്. കാരണം നമ്മളുടെ ഓൺ കമ്മിങ് ട്രാഫിക് വരുന്നത് നമ്മുടെ റൈറ്റ് സൈഡിൽ കൂടെയാണ്. അവരെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ റൈറ്റ് താത്തി വെച്ചിരിക്കുന്നത്. അത് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കുറച്ചുകൂടെ ദൂരം കാണാൻ വേണ്ടിയിട്ട്, ലോ ബീമിൽ തന്നെ കുറച്ചുകൂടെ ദൂരം കാണാൻ വേണ്ടിയാണ് ലെഫ്റ്റ് സൈഡ് പൊങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വാളിലേക്ക് അടിക്കുമ്പോഴാണ് ഒരു 2 കട്ട് ഓഫ് കാണുന്നത്. ഒരു ഫ്രീ ഫ്ലോയിലേക്ക് വന്നു കഴിയുമ്പോൾ രണ്ടും കൂടി മെർജ് ചെയ്ത് സിംഗിൾ കട്ട് ഓഫ് ആയിട്ട് മാറും. അതായത് റൈറ്റ് താഴെ ലെഫ്റ്റ് പൊങ്ങിയ രീതിയിൽ. ഇതിൽ ആ ഒരു ലേസർ ബീമിൻ്റെ എക്സ്ട്രാ പോയിന്റ് ആണ് 2 ഡോട്ടായിട്ട്, അത് കുറച്ചുകൂടെ യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത്. ഇനി നമുക്കിതിൻ്റെ പെർഫോമൻസ് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം നോക്കിയിരുന്ന ലോ ബീമിൽ ഒരു 1200 ലെക്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മുടെ ലോ ബീമിൽ കിട്ടുന്നത് ഒരു 3800 ലെക്സ് ആണ് ലോ ബീമിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന പെർഫോമൻസ്. ഹൈ ബീമിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു 2600 ലെക്സ് ആയിരുന്നെങ്കിൽ അതൊരു 8200 ലെക്സിലേക്ക് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ലൈറ്റിങ്ങിൽ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് ഈ വാഹനം ഒന്ന് രാത്രിയിൽ ഓടിച്ചു നോക്കുക എന്നുള്ളതാണ്. കാരണം എത്രത്തോളം പെർഫോമൻസ് വന്നു അല്ലെങ്കിൽ മാറ്റം വന്നു എന്നുള്ളത് റിയൽ ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നൈറ്റ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ലോ ബീമിൻ്റെയും ഹൈ ബീമിൻ്റെയും ഔട്ട്പുട്ട് നമുക്ക് റോഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ആ ഷാർപ്പ് കട്ട് ഓഫ് നമ്മുടെ ലൈറ്റിൻ്റെ അലൈൻമെൻറ്റ് എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. എതിരെ വരുന്ന വാഹനങ്ങളിലുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ലോ ബീമിൻ്റെ കട്ട് ഓഫ് പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് എപ്പോഴും എൻഷുർ ചെയ്യാറുള്ളത് നമ്മളുടെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അത് മറ്റുള്ള യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായിരിക്കരുത്. ഒരു കാരണവശാലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള ലൈറ്റുകൾ നമ്മൾ വാഹനത്തിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മളുടെ സൗകര്യം മറ്റുള്ളവർക്ക് അസൗകര്യമാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതും കൂടെ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടതുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞു, ഇതിൻ്റെ അകത്ത് കട്ട് ഓഫ്, അതായത് റൈറ്റ് സൈഡ് താഴെ ലെഫ്റ്റ് സൈഡ് പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. എങ്കിലും നമ്മളിതിൻ്റെ വാഹനത്തിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു ഇൻറ്റേർണൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഒരു മോട്ടറൈസ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഹെഡ്ലൈറ്റ് വർക്ക് ചെയ്യുന്നത് സാധാരണ വാഹനങ്ങളിൽ. അപ്പോൾ ഇത് നമുക്കൊരു റെഫറൻസ് നോക്കാനുള്ളത് നമ്മുടെ ഒരു ഓൺ കമ്മിങ് വാഹനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വാഹനത്തിൻ്റെ സൈഡ് മിറേഴ്സ്, ആ സൈഡ് മിറേഴ്സിൻ്റെ താഴെയായിരിക്കണം ഈ ലൈൻ കട്ട് ഓഫ് എപ്പോഴും പോകുന്നത്. ആ സൈഡ് മിററിൻ്റെ മേലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എതിരെ വരുന്ന വാഹനത്തിലുള്ളവരുടെ മുഖത്ത് അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന വാഹനത്തിലുള്ള മിററിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ ആ മിററിൽ നിന്ന് അകത്തിരിക്കുന്ന ഡ്രൈവറുടെ കണ്ണിലേക്കായിരിക്കും വെളിച്ചം അടിക്കുക.
അപ്പോൾ എപ്പോഴും ആ ഒരു സൈഡ് മിറർ റെഫറൻസ് എടുത്തിട്ട് അതിൻ്റെ താഴെയായിരിക്കണം നമ്മുടെ കട്ട് ഓഫ്. ലോ ബീമിൽ കിടക്കുന്ന കട്ട് ഓഫ് എപ്പോഴും അതിൻ്റെ താഴെ വരുന്ന രീതിയിൽ വേണം ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാനായിട്ട്. എന്തായാലും നമ്മളുടെ ലൈറ്റ് അപ്ഗ്രേഡിന് ശേഷമുള്ള ഡ്രൈവാണ് വളരെ പെർഫോമൻസ് ചേഞ്ച്, നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് ചേഞ്ച് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. റോഡാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വിസിബിൾ ആണ്. എതിരെ വരുന്ന വാഹനങ്ങളിലുള്ളവരെ ശല്യം ഉണ്ടാക്കാതെ തന്നെ നമുക്ക് നല്ല രീതിയിൽ റോഡ് കാണാനായിട്ട് നല്ല റേഞ്ചിൽ, ലോ ബീമിൽ തന്നെ അത്യാവശ്യം നല്ല റേഞ്ചിൽ നമുക്ക് റോഡ് കാണാനായിട്ടും സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ലൈറ്റിലുള്ള കളർ ടെമ്പറേച്ചർ ഏകദേശം ഒരു 5000 കെൽവിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെറിയൊരു മഞ്ഞ ഷെയ്ഡും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഈവൻ ചെറിയൊരു മഴയിലാണെങ്കിലും ചെറിയ ഫോഗിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു വിസിബിലിറ്റി ഉണ്ടാകും. ഇപ്പോൾ എന്തായാലും മഴയൊന്നുമില്ല, നോർമലുള്ള ഒരു കണ്ടീഷനിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നല്ല രീതിയിലുള്ള റോഡ് പ്രസൻസ്, നല്ല റോഡ് വിസിബിലിറ്റി, നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് റോഡ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മുന്നേ ഉണ്ടായിരുന്നതിലും എത്രത്തോളം വ്യത്യസ്തത ഉണ്ടെന്നുള്ളത് നമ്മുടെ ഡ്രൈവ് ചെയ്യുന്ന ആളുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാവുന്നതാണ്. കാരണം ആൾ വളരെ ഹാപ്പിയാണ്. മുന്നേ തീരെ വിളിച്ചുകൊണ്ടായിരുന്നില്ല, ഇപ്പോൾ നല്ല രീതിയിൽ റോഡ് കണ്ട് വാഹനം ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ് ആളുടെ അഭിപ്രായം.